അസദ് വീണു, സിറിയ വിമതർ പിടിച്ചു. സിറിയയുടെ അധികാരം വിമതർക്ക് കൈമാറിയെന്ന് സിറിയൻ പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ജലാലി. താൻ രാജ്യത്ത് തന്നെ തുടരുമെന്നും അൽ ജലാലി വ്യക്തമാക്കി. സിറിയയിലെ അസദ് ഭരണകൂടത്തിൽ നിന്ന് പൂർണ്ണമായും മോചിപ്പിച്ചുവെന്ന് വിമതർ വ്യക്തമാക്കി. പ്രസിഡന്റ് രാജ്യം വിട്ടെന്നും പ്രഖ്യാപനം ഇവർ നടത്തി. أنا في منزلي لم أغادره وذلك بسبب انتمائي إلى هذا البلد وعدم معرفتي لأي بلد آخر غيره وطنا، وإننا نمد يدنا حتى إلى المعارضين الذين يعني مدوا يدهم وأكدوا أنهم لن يتعرضوا إلى أي إنسان إلى أي إنسان ينتمي إلى هذا الوطن السوري. وأنا هنا في منزلي لا أغادره ولا أنوي مغادرته إلا بصورة سلمية بحيث أضمن استمرار عمل المؤسسات العامة ومؤسسات ومرافق الدولة وإشاعة الأمان والاطمئنان للإخوة المواطنين. وإنني أتمنى على الجميع أن يفكروا بعقلانية. സിറിയയിലെ സുപ്രധാന മൂന്നാമത്തെ നഗരമായ ഹോംസും പിന്നാലെ തലസ്ഥാനമായ ഡമാസ്കസ് പിടിച്ചെടുത്തതായും പ്രസിഡന്റ് ബഷാർ അൽ അസദ് രാജ്യം വിട്ടതായും വിമതർ പറഞ്ഞു. ഇതോടെ സിറിയ പൂർണ്ണമായും പിടിച്ചെടുത്തെന്നും ഏകാധിപത്യം അവസാനിപ്പിച്ചെന്നും സ്വതന്ത്ര രാജ്യമായെന്നും വിമതർ പ്രഖ്യാപിച്ചു. തടവുകാരെയും ഡമാസ്കസിലെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചതായും വിമതർ. വിമതർക്ക് അധികാരം കൈമാറാൻ തയ്യാറാണെന്ന് സിറിയൻ പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ജലാലി പറഞ്ഞു. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത് ഏത് നേതൃത്വമായാലും അവരുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ജലാലി വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യ സഖ്യത്തിൽ വീണ്ടും നേതൃതർക്കം. മമതാ ബാനർജിക്ക് പിന്തുണയുമായി സമാജ്വാദി പാർട്ടിക്ക് പിന്നാലെ ശരത് പവാറും രംഗത്തുവന്നു. അദാനി വിഷയത്തിൽ നിന്നും ശ്രദ്ധ മാറ്റാനുള്ള ശ്രമമായിട്ടാണ് അതേസമയം ഈ വിവാദങ്ങളെ കോൺഗ്രസ് കാണുന്നത്. രൂപീകരണ കാലം മുതൽ തുടങ്ങിയതാണ് ഇന്ത്യ മുന്നണിയിലെ നേതൃതർക്കം. അതിപ്പോഴും തുടരുന്നു. മിക്കപ്പോഴും എന്ന പോലെ ഇപ്പോഴും മമതാ ബാനർജി തന്നെയാണ് തർക്കത്തിന് തുടക്കമിട്ടത്. আমি তো একটা ইন্ডিয়া অ্যালায়েন্স তৈরি করে দিয়েছিলাম, তো আমি কি করব? আই এম নট লিডিং দ্যাট ফ্রন্ট। যারা লিডার তাদের এটা দেখা উচিত যে সকলকে ইউনিটি নিয়ে করে ইউনাইটেড করে করার, তারা করুক, এটা আমার আবেদন থাকবো। আমার সাথে অল রিজিওনাল পার্টিজ ആൻഡ് നാഷണൽ പാർട്ടീസ് ഐ മെയിൻറ്റെയിൻ ദ ബെസ്റ്റ് ഓഫ് റിലേഷൻ. പാർലമെന്റിൽ അദാനി വിഷയം ഉന്നയിക്കുന്നതിൽ കോൺഗ്രസുമായി ഉടക്കി നിൽക്കുന്ന സമാജ്വാദി പാർട്ടി പിന്തുണയുമായെത്തി. പിന്നാലെ ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും തലമുതിർന്ന നേതാവായ ശരത് പവാറും आणि त्या ठरावाची फेर उत्तरांच्याकडे द्यायचे आमच्याकडे देतील धैर्यशीलराव आम्ही जो त्यासंबंधी कुठं पोचवायचं त्या ठिकाणी ते पोचतं. മുന്നണിയെ നയിക്കാൻ കരുത്തയായ നേതാവാണ് മമതാ ബാനർജി എന്നാണ് ശരത് പവാർ പറഞ്ഞത്. നേരിട്ട് പറഞ്ഞില്ലെങ്കിലും രാഹുൽ ഗാന്ധി ഇതിന് പ്രാപ്തനല്ല എന്ന വിമർശനം കൂടിയുണ്ട്. ഹരിയാനയ്ക്ക് പിന്നാലെ മഹാരാഷ്ട്രയിലും നേരിട്ട് നാണം കെട്ട പരാജയമാണ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തെ വീണ്ടും ചോദ്യമുന്നിൽ നിർത്തുന്നത്. അദാനി വിഷയത്തിൽ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കമാണിതെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. അദാനി വിഷയം പാർലമെന്റിൽ തുടർച്ചയായി ഉന്നയിക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്ന് തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യ മുന്നണി പ്രതിഷേധത്തിൽ നിന്നും ഇരു പാർട്ടികളും വിട്ടുനിന്നിരുന്നു. എന്നാൽ അദാനി വിഷയം വിടാൻ കോൺഗ്രസ് തയ്യാറായില്ല. മമതാ ബാനർജിയുടെ അവകാശം കോൺഗ്രസ് തള്ളി. തൽക്കാലം കൂടുതൽ പ്രതികരണം ഒഴിവാക്കാനാണ് കോൺഗ്രസ് തീരുമാനം. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18.
ആഭ്യന്തര വകുപ്പ് തർക്ക പ്രതിസന്ധി ഒഴിയാതെ മഹാരാഷ്ട്ര സർക്കാർ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് 4ാം ദിവസവും മന്ത്രിസഭാ വികസനവും വകുപ്പ് വിഭജന ചർച്ചകളിലേക്ക് പോലും കടക്കാനാവാത്ത പ്രതിസന്ധിയിലാണ് മഹായുതി. ആഭ്യന്തര വകുപ്പ് കിട്ടിയേ മതിയാകൂ എന്ന് ശിവസേന, പറ്റില്ലെന്ന് BJP. ഈ ഡെഡ്ലോക്കിലാണ് മഹായുതിയിലെ തുടർ ചർച്ചകൾ. ദേവേന്ദ്ര ഫട്നാവിസോ ഏക്നാഥ് ഷിൻഡെയോ രണ്ടിലൊരാൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ പ്രശ്നപരിഹാരം സാധ്യമല്ല. അനൌദ്യോഗിക ചർച്ചകൾ പലതരത്തിൽ നടക്കുന്നുണ്ട്, പക്ഷെ സമവായം മാത്രമാകുന്നില്ല. തുടക്കം മുതൽ BJPക്ക് പിന്തുണ അറിയിച്ച അജിത് പവാറിന് ധനവകുപ്പ് എന്നതിൽ മാത്രമാണ് ഇപ്പോൾ ധാരണ. ആഭ്യന്തരത്തിന് പകരം റവന്യൂ, നഗരവികസന വകുപ്പുകൾ നൽകുന്നതും ചർച്ചയായെങ്കിലും അതിലും സമവായമില്ല. ഉള്ളിൽ തർക്കം മുറുകുമ്പോഴും ഷിൻഡെ പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ലെന്നത് മാത്രമാണ് BJPക്ക് ഏക ആശ്വാസം. BJP ദേശീയ നേതൃത്വം ഇടപെട്ട് തർക്കം പരിഹരിക്കണമെന്ന നിർദ്ദേശവും ഉയരുന്നുണ്ട്. എന്നാൽ ഫട്നാവിസും ഷിൻഡെയും അജിത് പവാറുമായി ചർച്ച നടത്തി തീരുമാനിക്കുമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം. ഇനിയും സമവായമായില്ലെങ്കിൽ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയോ ആഭ്യന്തരമന്ത്രി അമിത്ഷായോ ഷിൻഡെയുമായി ചർച്ച നടത്താനുള്ള സാധ്യതയുമുണ്ട്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. ADM നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നതായി പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. നവീൻ ബാബു മരിച്ച ഒക്ടോബർ 15-ന് കണ്ണൂർ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റിലാണ് ഈ പരാമർശമുള്ളത്. അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും FIR-ലും ഇക്കാര്യമില്ലാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. നവീൻ ബാബുവിന്റെ കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് കണ്ണൂർ പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ പരാമർശം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ബാഹ്യമായ പരിക്കുകളോ ആന്തരികമായ പരിക്കുകളോ ഇല്ലെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ രക്തക്കറ കണ്ടതിനെക്കുറിച്ച് പരാമർശമില്ല. കുടുംബത്തിന്റെ സംശയങ്ങൾ ദൂരീകരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയാതിരിക്കുമ്പോഴാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ കൂടി പുറത്തുവരുന്നത്. വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ കേസന്വേഷണം CBIക്ക് വിടണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. നവീൻ ബാബുവിന്റെ ഭാര്യയോ സഹോദരനോ ബന്ധുക്കളോ ഇല്ലാതെയാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. പോസ്റ്റ്മോർട്ടം കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് നടത്താതെ കോഴിക്കോട് നടത്തണമെന്നുള്ള കുടുംബത്തിന്റെ ആവശ്യം പരിഗണിക്കാത്തതും സംശയങ്ങൾക്ക് കാരണമാണ്. ന്യൂസ് 18 പത്തനംതിട്ട. സഭാ തർക്കം പരിഹരിക്കാനുള്ള ചർച്ചകളോട് അനുകൂല നിലപാടുമായി യാക്കോബായ സഭ പരമാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ. സഭകളുടെ ഐക്യവും സമാധാനവും അനിവാര്യമെന്ന് പാത്രിയാർക്കീസ് ബാവ പറഞ്ഞു. കോടതികളിലൂടെ സഭയിൽ സമാധാനം ശാശ്വതമായി നടപ്പാക്കാൻ കഴിയില്ല. ചർച്ചയിലൂടെയും സ്നേഹത്തിലൂടെയും മാത്രമേ ഇത് സാധിക്കൂ. സഭാപ്രശ്നം പരിഹരിക്കാൻ സർക്കാരും സഭാ മേലധ്യക്ഷന്മാരും കൈക്കൊള്ളുന്ന ശ്രമങ്ങളെ അംഗീകരിക്കുന്നതായും വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാത്രിയാർക്കീസ് ബാവ പറഞ്ഞു. We always pray and work for peace in the church, unity in the church. We always work for finding lasting solution to the division that happened here in Malankara. Even during our apostolic visit, we set up a committee to work on solving issues of the church. And that committee still stands and is ready to meet with whoever wants to discuss peace in the church and reconciliation in our church. Civil courts cannot solve issues of faith and ecclesiastical matters. We would like to see peace in Kerala. We would like to see peace in our church, peace among all Christian churches and in the entire world, in fact. ഗോപാലകൃഷ്ണൻ പറയുന്നത് പെരും നുണകളോ? മതാടിസ്ഥാനത്തിൽ IAS ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ K. ഗോപാലകൃഷ്ണന്റെ കള്ളത്തരം തുറന്നു കാട്ടി പോലീസ് റിപ്പോർട്ട്. ഹാക്കിംഗ് തെളിയിക്കുന്ന ഒരു തരിമ്പ് തെളിവ് പോലും റിപ്പോർട്ടിലില്ല. ഫോൺ ഫോർമാറ്റ് ചെയ്തതിൽ അടിമുടി ദുരൂഹതയെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. സർക്കാരിന് കൈമാറിയ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. ഒക്ടോബർ 31-നാണ് ഫോൺ ഹാക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് ഗോപാലകൃഷ്ണൻ പോലീസിന് നൽകിയ പരാതിയും മൊഴിയും. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ ഒക്ടോബർ 31-ന് വാട്സപ്പ് ഹാക്ക് ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തി. ഗോപാലകൃഷ്ണൻ പരാതി നൽകിയ നവംബർ 4-ന് പോലീസ് മൊബൈൽ ഫോൺ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നവംബർ 5-ന് ഗോപാലകൃഷ്ണൻ പോലീസിന് കൈമാറിയത് വാട്സപ്പ് ഉപയോഗിക്കാത്ത ഫോണായിരുന്നു.
ഈ ഫോൺ പരിശോധിച്ചപ്പോൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ഇതിൽ നിന്നല്ല എന്ന് വ്യക്തമായെന്ന് പോലീസ് പറഞ്ഞു. പിന്നീട് നവംബർ 6-നാണ് യഥാർത്ഥ ഫോൺ അന്വേഷണ സംഘത്തിന് നൽകുന്നത്. ഫോൺ നൽകിയത് എല്ലാ വിവരങ്ങളും ഫോർമാറ്റ് ചെയ്തതിന് ശേഷം. ആദ്യം ഫോർമാറ്റ് ചെയ്തത് നവംബർ 3 എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതുൾപ്പെടെ കെ ഗോപാലകൃഷ്ണന്റെ ഉദ്ദേശം അടിമുടി ദുരൂഹമെന്ന് വ്യക്തമാക്കുകയാണ് സർക്കാരിന് പോലീസ് കൈമാറിയ അന്വേഷണ റിപ്പോർട്ട്. നവംബർ 6-ന് ഫോറൻസിക് പരിശോധനയ്ക്ക് നൽകും മുൻപേ പലതവണ ഫോൺ ഫോർമാറ്റ് ചെയ്തുവെന്നും പോലീസ് വ്യക്തമാക്കുന്നു. എന്നാൽ ഇതേ റിപ്പോർട്ടിൽ തന്നെ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാനാവില്ലെന്നും പോലീസ് പറയുന്നു. വിദ്വേഷ പരാമർശങ്ങളടങ്ങിയ സന്ദേശങ്ങൾ ഗ്രൂപ്പിൽ ഇല്ലാത്തതിനാൽ കേസ് നിലനിൽക്കില്ല എന്നാണ് പ്രാഥമിക അന്വേഷണം നടത്തിയ നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ അജിത് ചന്ദ്രൻ നായരുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്ദുജയുടെ മരണത്തിൽ ദുരൂഹത. ഇന്ദുജയുടെ മരണത്തിൽ ഭർത്താവും സുഹൃത്തും അറസ്റ്റിൽ. തിരുവനന്തപുരം പാലോട്ടെ നവവധു ഇന്ദുജയുടെ ആത്മഹത്യയിൽ ഭർത്താവ് അഭിജിത്തും സുഹൃത്ത് അജാസും അറസ്റ്റിലായി. ആത്മഹത്യയ്ക്ക് കാരണം ഇരുവരുടെയും മർദ്ദനവും മാനസിക പീഡനവുമാണെന്ന് പോലീസ് പറയുന്നു. ആത്മഹത്യയ്ക്ക് തൊട്ടു മുൻപ് ഇന്ദുജയ്ക്ക് വന്ന ഫോൺ കാൾ അജാസിൻ്റേതാണെന്നും പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി. 2 ദിവസമായി തുടരുന്ന അന്വേഷണത്തിനൊടുവിലാണ് തിരുവനന്തപുരം പാലോട്ടെ നവവധുവിന്റെ മരണത്തിൽ ഭർത്താവ് അഭിജിത്ത്, സുഹൃത്ത് അജാസ് എന്നിവർ അറസ്റ്റിലായത്. അഭിജിത്തിനെതിരെ ഭർതൃപീഡനം, ആത്മഹത്യാ പ്രേരണ, ദേഹോദ്രവമേൽപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തി. അജാസിനെതിരെ പട്ടികജാതി പീഡനം, ദേഹോദ്രവമേൽപ്പിക്കൽ, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ വകുപ്പുകളും ചാർത്തി. ആത്മഹത്യയ്ക്ക് തൊട്ടു മുൻപ് ഇന്ദുജയ്ക്ക് ഫോൺ വിളി വന്നതായി അഭിജിത്തിന്റെ അമ്മൂമ്മ മൊഴി നൽകിയിരുന്നു. ഇത് അജാസിന്റേതാണെന്നും പോലീസ് കണ്ടെത്തി. ഇതിനു പിന്നാലെ മുകളിലത്തെ നിലയിലെ മുറിയിലേക്ക് പോയി ജനൽ കമ്പിയിൽ ഇന്ദുജ തൂങ്ങി മരിച്ചുവെന്നാണ് കരുതുന്നത്. അഭിജിത്തിന്റെയും അജാസിന്റെയും മാനസിക പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇന്ദുജയ്ക്ക് മർദ്ദനമേറ്റതായും വ്യക്തമായിരുന്നു. ആത്മഹത്യയ്ക്ക് 2 ദിവസം മുൻപാണ് അജാസ് കാറിനുള്ളിൽ വെച്ച് ഇന്ദുജയെ മർദ്ദിച്ചത്. അഭിജിത്തിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത്. അഭിജിത്ത് ഇന്ദുജയെ ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നതായാണ് സൂചന. ഇരുവരുടെയും വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല. അജാസുമായി ഇന്ദുജ നേരത്തെ സൗഹൃദത്തിലായിരുന്നു. ആത്മഹത്യയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ദുജയുടെ കുടുംബം നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ബി.ജെ.പിയിൽ ചേർന്ന CPM നേതാവ് മധു മുല്ലശ്ശേരി തികഞ്ഞ വർഗീയവാദിയാണെന്ന് മനസ്സിലാക്കുന്നതിൽ പാർട്ടിക്ക് തെറ്റുപറ്റിയെന്ന് CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ്. വർഷങ്ങളോളം പാർട്ടി നൽകിയ ക്ലാസുകൾ മധു ഉൾക്കൊണ്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. മധു തികഞ്ഞ ജാതീയത കൊണ്ടു നടക്കുന്നയാളാണെന്ന് മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ലെന്നും വി ജോയ് ന്യൂസ് 18 അഭിമുഖത്തിൽ പറഞ്ഞു. ഇയാൾ ഈ രൂപത്തിലും ഭാവത്തിലും എല്ലാം പാർട്ടിയിൽ വന്നപ്പോഴും ഞങ്ങൾ കൊടുത്ത ക്ലാസ്സുകളും ഞങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളും ഒന്നും ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ പോയില്ല. ഒരു തികഞ്ഞ ഒരു വർഗീയ മനസ്സിനുള്ളിൽ സൂക്ഷിച്ച ആളാണെന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ സംഭാഷണം വരുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇടയ്ക്ക് കമ്മിറ്റികളിൽ സഹാക്കൾ എന്നോട് പറയാറുണ്ട്, ഒരു തൻ്റേടുതരം, എല്ലാവരും എൻ്റെ കീഴെയാണ് എന്ന ഒരു നിലപാട്, ധാർഷ്ട്യം, ധിക്കാരം, ബാക്കിയുള്ളവരെല്ലാം പുച്ഛമാണ്, എല്ലാവരോടും പുച്ഛമാണ്. ഇങ്ങനെ ചില സമീപനം തുടരെ ഈ ഏരിയ സെക്രട്ടറി സ്വീകരിക്കാറുണ്ട് എന്ന് പാർട്ടിയിലെ ഏരിയ കമ്മിറ്റി മെമ്പർമാരും താഴെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും എല്ലാം പരാതി പലപ്പോഴായിട്ട് എന്നോട് പറയാറുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോഴാണ് മനസ്സിലായത്, ഇയാളുടെ മനസ്സിൽ തികഞ്ഞ ഒരു വർഗീയവാദിയാണ്, അല്ലെങ്കിൽ ജാതി കൊണ്ടു നടക്കുന്ന ആളാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ ഒരാളെ നമുക്ക് ആ നിലയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. ഈ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 9 മണിക്ക് ന്യൂസ് 18 കേരളത്തിൽ കാണാം. കർഷകർ ഡൽഹിയിലേക്ക്. കർഷകരുടെ ഡൽഹി ചലോ മാർച്ചിന് നേരെ കണ്ണീർ വാതക ഷെല്ലുകൾ പ്രയോഗിച്ചു. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. ആർ കിരൺ ബാബു ചേരുന്നു. കിരൺ, എന്താണ് അവിടുത്തെ സാഹചര്യം? സംഘർഷാവസ്ഥയാണോ? സജിത്ത, പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ വലിയ സംഘർഷാവസ്ഥ തുടരുകയാണ്. അവിടെ ആയിരക്കണക്കിന് കർഷകർ ഒരു ഭാഗത്ത് അണിനിരന്നിട്ടുണ്ട്. കർഷകരെ തടയാനായി വലിയ ബാരിക്കേഡുകളൊക്കെ വെച്ച് പോലീസും തയ്യാറായി നിൽക്കുകയാണ്. കർഷകർക്ക് നേരെ, ഈ ബാരിക്കേഡിന് നേരെ അടുത്തു വന്ന കർഷകർക്ക് നേരെ കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിച്ചു. പക്ഷേ കർഷകർ ഇപ്പോഴും പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. അവർ അവിടെ തന്നെ നിൽക്കുകയാണ്. 101 കർഷകരെങ്കിലും പ്രതീകാത്മകമായി ഡൽഹിക്ക് പോകാൻ അനുവദിക്കണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും കർഷകർ ഉന്നയിക്കുന്നത്. പക്ഷേ ആരെയും കടത്തിവിടില്ല എന്ന മട്ടിൽ തന്നെ നിൽക്കുകയാണ്.
നിൽക്കുകയാണ്. ഹരിയാന സർക്കാർ ഹരിയാനയിലെ അതിർത്തിയിൽ അവർ അതിർത്തിക്ക് സമാനമായ രാജ്യാതിർത്തിക്ക് സമാനമായ രീതിയിൽ പല തരത്തിലുള്ള തട്ടുകളായുള്ള തടയണകളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കോൺക്രീറ്റിന്റെ ബാരിക്കേഡുകൾ, അതിനു മുന്നിൽ താഴെ കോൺക്രീറ്റിൽ വലിയ കമ്പി അടിച്ച് ആണികളൊക്കെ തറച്ചു വെച്ച ബാരിക്കേഡുകൾ, അതിനു മുന്നിൽ മുള്ളുകമ്പിയുടെ ബാരിക്കേഡുകൾ, അതിനു മുമ്പിൽ ഇരുമ്പ് ബാരിക്കേഡുകൾ, അങ്ങനെ പല തട്ടുകളായി ലെയറുകളായി തിരിച്ചുള്ള തടയണകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു തരത്തിലും കർഷകരെ അകത്തേക്ക് കടത്തിവിടില്ല എന്ന നിലപാടിൽ തന്നെയാണ് പോലീസ് നിൽക്കുന്നത്. എന്നാൽ കർഷകർ ഈ പിന്തിരിയാൻ തയ്യാറല്ല എന്നുള്ള നിലപാടും അങ്ങനെയാണ്. ഇന്ന് 12 മണിക്കാണ് അവർ മാർച്ച് തുടങ്ങാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ 12 മണിക്ക് മാർച്ചിന് അനുവദിച്ചില്ല. ഹരിയാനയുടെ വിവിധ പഞ്ചാബിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കർഷകർ ഈ അതിർത്തിയിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ 100 പേരെ കയറി പോകാൻ അനുവദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഹരിയാനയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിനും ആയിരക്കണക്കിന് കർഷകർ മാർച്ചിനൊപ്പം ചേരാനുള്ള സാധ്യത കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഒരു കാരണവശാലും കർഷകരെ മുന്നോട്ട് വിടില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. കർഷകർ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത് മുൻകാലങ്ങളിൽ ഉന്നയിച്ച അതേ ആവശ്യം തന്നെയാണ്. കാർഷിക വിളകൾക്ക് കുറഞ്ഞ താങ്ങുവിലയിൽ നിയമ പരിരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഈ മാർച്ചിൽ ഉറച്ചു നിൽക്കുന്നത്. കർഷക മാർച്ച് ഡൽഹിയിലേക്ക് പ്രതിഷേധവും കടുത്ത നീക്കങ്ങളുമായി പോലീസും രംഗത്തുണ്ട്. നടൻ കാളിദാസ് ജയറാമിന് പ്രണയ സാഫല്യം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ചായിരുന്നു കാളിദാസ് ജയറാമിന്റെയും മോഡലായ താരുണിയുടെയും വിവാഹം. നാലു വർഷം നീണ്ട പ്രണയത്തിനൊടുവിൽ കണ്ണന് മുന്നിൽ നടൻ കാളിദാസ് ജയറാം താരിണി കലിംഗരായരുടെ കഴുത്തിൽ മിന്നു ചാർത്തി. ഗുരുവായൂർ ക്ഷേത്രനടയിൽ രാവിലെ 7:30-നും 7:45-നും മധ്യയുള്ള മുഹൂർത്തത്തിലായിരുന്നു വിവാഹം. പീച്ച് സ്റ്റൈലിൽ ഗോൾഡൻ വർക്കുകൾ വരുന്ന സാരിയിൽ സുന്ദരിയായാണ് താരിണി എത്തിയത്. ചുവപ്പിൽ ഗോൾഡൻ ബോർഡർ വരുന്ന മുണ്ടും മേൽമുണ്ടും പഞ്ചകച്ചം സ്റ്റൈലിൽ ധരിച്ചാണ് കാളിദാസ് വിവാഹത്തിനെത്തിയത്. മാതാപിതാക്കളായ ജയറാമും പാർവതിയും വധൂവരന്മാരെ അനുഗ്രഹിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി PA മുഹമ്മദ് റിയാസ് തുടങ്ങിയവരും വധൂവരന്മാർക്ക് വിവാഹ മംഗളാശംസകൾ നേർന്നു. കാളിദാസിനും താരിണിക്കും പ്രാർത്ഥനകൾ ഉണ്ടാകണമെന്ന ജയറാമും പാർവതിയും. വളരെ സന്തോഷമുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞ പോലെ ഈ ഒരു വർഷം ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. എല്ലാം നന്നായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നന്നായിട്ട് നടത്താൻ പറ്റി. എല്ലാം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം മാത്രമാണ്. ആളുകളുടെ പാർട്ടിസിപ്പേഷൻ ഇന്നുണ്ടായത് പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു സപ്പോർട്ട്, പിന്നെ പബ്ലിക്കിൻ്റെ ഒരു സപ്പോർട്ട്. എല്ലാവരും കല്യാണം കാണാൻ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും പണ്ട് 10-32 വർഷങ്ങൾക്ക് മുമ്പ് ജയറാമിൻ്റെയും പാർവതിയുടെയും കല്യാണം കാണാനായിട്ട് അന്ന് കൂടിയ പോലത്തെ ജനങ്ങൾ വീണ്ടും ആ സ്നേഹം കൊണ്ട് മോൻ്റെയും മോളുടെയും കല്യാണം കാണാൻ വന്നതിലുള്ള സന്തോഷം, അത് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നെത്തിയ എല്ലാവരോടും എത്ര നന്ദി പറയണമെന്ന് അറിയില്ല. ബുധനാഴ്ച ചെന്നൈയിലാണ് വിവാഹ സൽക്കാരം ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് 18 തൃശൂർ. ശരണമന്ത്രമുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ ഭക്തജനത്തിരക്ക് തുടരുന്നു. 12 മണിവരെ 35,847 തീർത്ഥാടകർ ദർശനം നടത്തി. പുല്ലുമേട് വഴി സന്നിധാനത്തെത്തിയത് 4,650 തീർത്ഥാടകരാണ്. പുല്ലുമേട് വഴി ഈ സീസണിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിയതും ഇന്നലെയാണ്. 6-ാം തീയതിയായിരുന്നു ഈ സീസണിലെ ഏറ്റവും വലിയ തിരക്ക് അനുഭവപ്പെട്ടത്. ആ സാഹചര്യം തുടരുന്ന കാഴ്ചയാണ് ശബരിമല സന്നിധാനത്ത്. ഇന്നലെ തീർത്ഥാടകരുടെ എണ്ണം 86,000 കവിഞ്ഞു. ഇതിൽ 16,424 ഭക്തർ സ്പോട്ട് ബുക്കിംഗ് വഴി രജിസ്റ്റർ ചെയ്താണ് സന്നിധാനത്തെത്തിയത്. സീസണിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ പുല്ലുമേട് വഴി മല ചവിട്ടിയത് ഇന്നലെയാണ്, 4,650. അവധി ദിവസമായി ഇന്നും രാവിലെ മുതൽ നല്ല തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെ പല സമയത്തും തീർത്ഥാടകരുടെ ക്യൂ മരക്കൂട്ടം വരെ നീണ്ടു.
വരും ദിവസങ്ങളിലും തിരക്ക് കൂടുമെന്ന പ്രതീക്ഷയാണ് ദേവസ്വം ബോർഡിനും പോലീസിനുമുള്ളത്. ഇത് മുന്നിൽ കണ്ടുള്ള ഒരുക്കങ്ങളാണ് ശബരിമല സന്നിധാനത്ത് നടക്കുന്നത്. ന്യൂസ് 18 സന്നിധാനം. പതിവ് തെറ്റിക്കാതെ അയ്യപ്പന് വനവിഭവങ്ങളുമായി അഗസ്ത്യാർകൂടത്തെ ഗോത്രവിഭാഗമായ കാണിമാർ ഇത്തവണയും എത്തി. 150 അംഗ സംഘമാണ് ഇത്തവണ ശബരിമല സന്നിധാനത്തെത്തിയത്. സംഘങ്ങളിൽ പലരും ശബരിമല ദർശനത്തിനു വേണ്ടി മാത്രമാണ് കാടുവിട്ടിറങ്ങുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. അഗസ്ത്യനിൽ നിന്നും ശബരിയുടെ പൂങ്കാവനത്തിലേക്ക് അവർ ഒരുമിച്ചെത്തി, കാട്ടിൽ നിന്ന് ശേഖരിച്ച വനവിഭവങ്ങളുമായി. മുളങ്കുറ്റിയിൽ നിറച്ച കാട്ടുതേൻ, കാട്ടിൽ വിരിഞ്ഞ കദളിക്കുല, കരിമ്പ്, കാട്ടുകുന്തിരിക്കം, മുളയിലും ഈറ്റയിലും ചൂരലിലും തീർത്ത പൂക്കുടകൾ, പെട്ടികൾ. അങ്ങനെ ഭക്തർ പതിവായി സമർപ്പിക്കുന്ന കാണിക്കയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇവരുടെ സമർപ്പണം. കോട്ടൂർ മുണ്ടണി മാടന്തമ്പുരാൻ ക്ഷേത്രത്തിൽ നിന്നും വന്ന അയ്യപ്പ ഭക്തരാണ്. എല്ലാവരും അഗസ്ത്യകൂട പർവ്വതത്തിന്റെ അടിവാരത്തുള്ള വിവിധ സെറ്റിൽമെന്റുകളിൽ താമസിക്കുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കാണി വിഭാഗം എന്നറിയപ്പെടുന്ന വിഭാഗത്തിൽ നിന്നുള്ള ഭക്തരാണ്. വർഷങ്ങൾക്ക് മുമ്പ് കാൽനടയായി തന്നെ ആദിവാസി മൂപ്പന്മാർ ശബരിമല എന്ന കാനന ക്ഷേത്രത്തിൽ വരികയും വനവിഭവങ്ങളായ ചെറുതേന്, കാട്ടുകുന്തിരിക്കം, കാട്ടിലെ കദളിക്കൊല തുടങ്ങിയ ഈറ്റയിലും ചൂരലിലും തീർത്ത പെഷ്ടി, കുട്ട, പൂവട്ടികൾ, ഇങ്ങനെ പലവിധ സാധനങ്ങൾ അയ്യപ്പസ്വാമിക്ക് കാഴ്ചവെച്ചിരുന്നു. അതിനെ പിൻപറ്റി അവരുടെ പിൻതലമുറക്കാരും ആ ആചാരം ഇന്നും മുറതെറ്റാതെ തന്നെ വളരെ കൃത്യമായി നടക്കുന്നു. കുഞ്ഞയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും അടക്കം 150ഓളം പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ദർശന പുണ്യത്തോടെ മടങ്ങുമ്പോൾ വീണ്ടും അടുത്ത മണ്ഡലകാലത്തിനായുള്ള കാത്തിരിപ്പിലാണ് അഗസ്ത്യവനത്തിന്റെ അവകാശികൾ. ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മുനമ്പം സമരം 57ാം ദിവസത്തിലെത്തിയിട്ടും മുഖ്യമന്ത്രി മുനമ്പം ജനതയെ കാണുന്നില്ലെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള BJPയുടെ ജനറൽ സെക്രട്ടറി പ്രകാശ് ജാവദേക്കർ. വഖഫ് ഭേദഗതി ബിൽ പാസാക്കുന്നതോടെ ഈ പ്രശ്നം അവസാനിക്കും. നിർഭാഗ്യവശാൽ കേരളത്തിലെ ഇരു മുന്നണികളും വഖഫ് ബില്ലിനെ എതിർക്കുകയാണെന്നും ജാവദേക്കർ പറയുന്നു. Before the election, CM promised, we will solve the issue as soon as the code of conduct will be over. Now code of conduct is already over, but nothing has been done, and nothing will be done till the Waqf Act proposed by Modi government is not passed. When that law will be passed, your problems will be over. Waqf is such an arbitrary arrangement where it can claim anybody's property. If Waqf makes a claim, what is the recourse? Recourse only that you can appeal for review in Waqf tribunal. That is also appointed by Waqf board. The Waqf bill presented by Amit Shah will do away with this. മുനമ്പം വിഷയത്തിൽ UDFൽ ഭിന്നത രൂപപ്പെടുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ വിമർശനവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി രംഗത്തു വന്നു. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണ്, അല്ലെന്നു പറയാൻ ആർക്കും അവകാശമില്ല. പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം വ്യക്തിപരമാണെന്നും മുസ്ലിം ലീഗിന് ഈ നിലപാടിനോട് യോജിപ്പില്ലെന്നും ഷാജി തുറന്നടിച്ചു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, അത് വഖഫ് ഭൂമിയല്ല. മുസ്ലിം ലീഗിന് അഭിപ്രായമില്ല, അത് വഖഫ് ഭൂമിയല്ലെന്ന് പറയാനും പറ്റില്ല. ഈ മുനമ്പം വിഷയത്തിലെ യഥാർത്ഥ പ്രതികൾ ആരാണ്? അവിടെ ഭൂമി വിലക്ക് വാങ്ങി പാർക്കുന്ന ആ പാവ മനുഷ്യരല്ല. പക്ഷെ അവർക്ക് ഭൂമി കൊടുത്തത് ആരാണ്? ഗവൺമെന്റ് അന്വേഷിക്കേണ്ടതാണ്. വഖഫ് ചെയ്യപ്പെട്ട ഭൂമി
ആരാണ് അവർക്ക് വിറ്റുകൊടുത്തത്? ആരാണ് അതിന് രേഖയുണ്ടാക്കിയത്? ആണ് പിടിക്കേണ്ടത് CPM ആണോ കോൺഗ്രസ് ആണോ? അല്ലല്ലോ, അതിനല്ലേ ഇവിടെ ഭരണകൂടമുള്ളത്. ഫാറൂഖ് കോളേജിന് എന്ത് അധികാരമാണ് അത് വഖഫല്ലെന്ന് പ്രഖ്യാപിക്കാൻ? അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടേ ഗവൺമെന്റ്? കായിക വാർത്തകളിലേക്ക് പോകുമ്പോൾ അഡ്ലൈഡ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് ആധികാരികമായ വിജയം. 10 വിക്കറ്റിനാണ് ഓസീസ് ഇന്ത്യയെ തകർത്തത്. ഇന്ത്യ ഉയർത്തിയ 19 റൺസ് വിജയലക്ഷ്യം രണ്ടാം ഇന്നിംഗ്സിൽ 3.2 ഓവറിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ ഓസ്ട്രേലിയ ലക്ഷ്യം കണ്ടു. മൂന്നാം ദിവസം 5-ന് 128 എന്ന നിലയിൽ ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യ 47 റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടെ ഓൾ ഔട്ട് ആവുകയായിരുന്നു. 42 റൺസ് നേടിയ നിതീഷ് റെഡ്ഡിയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ഇതോടെ പരമ്പരയിൽ ഓസ്ട്രേലിയ ഇന്ത്യക്കൊപ്പം എത്തി. ജയത്തോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പട്ടികയിൽ ഓസീസ് 1ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയപ്പോൾ ഇന്ത്യ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളവുമായി ദിൽന ചേരും.